മമതാ ബാനർജി ഒരു കാര്യം കൂടി മനസ്സിലാക്കണമായിരുന്നു. താങ്കൾ അധികാരത്തിലെത്തിയപ്പോൾ അവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളായിട്ടുണ്ടായിരുന്ന CPM-നെയും കോൺഗ്രസിനെയും കടന്നാക്രമിക്കുന്നു, അവിടെ നേതാക്കന്മാരെ കൊലപ്പെടുത്തുന്നു, അവർക്ക് പ്രവർത്തനത്തിലുള്ള സ്വാതന്ത്ര്യമില്ലാതാക്കുന്നു, അവിടെ പാർട്ടി ഓഫീസുകൾ പിടിച്ചടക്കുന്നു, അവർക്ക് ജീവിക്കാൻ കഴിയാത്ത രീതിയിലുള്ള അക്രമ സംഭവങ്ങൾ നിരന്തരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ആ നാട്ടിൽ നിന്നും അവർ പലായനം ചെയ്തു പോകേണ്ട സ്ഥിതി ഉണ്ടാകുന്നു. ഇപ്പോൾ നിങ്ങളുടെ സ്ഥിതിയും മറിച്ചല്ലല്ലോ. കാരണം എന്താണ്? ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസുകാരെ തെരഞ്ഞു പിടിച്ച് BJP ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അകത്തൊരു വിരോധാഭാസം കൂടി ഉണ്ട് കേട്ടോ. മുസ്ലിം സമുദായത്തെയും അവർ കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സർക്കാരിന്റെ തുടക്കം എന്നുള്ള നിലയ്ക്കും വളരെ ഭീഷണി ഉയർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ബംഗാളിലെ സ്ഥിതിവിശേഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഡൊണാൾഡ് ട്രംപ് വരെ വിളിച്ച് അഭിനന്ദിക്കുകയാണ് ബംഗാളിലെ വിജയത്തിന്. കാരണം രണ്ടുപേരും ജനാധിപത്യ വിരുദ്ധത്തിലൂടെ കടന്നു പോകുന്ന ആളുകളും അതേ ആശയങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളും അതേപോലെ തന്നെ എത്രത്തോളം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാമെന്നുള്ളത് അമേരിക്കയിൽ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ നാട്ടിൽ നരേന്ദ്രമോദിയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. യാതൊരു വ്യത്യാസവുമില്ല. മമതാ ബാനർജി കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് പറയുന്ന പഴഞ്ചൊല്ല് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. 2026 നടന്ന ബംഗാൾ തെരഞ്ഞെടുപ്പിൽ ശുവേന്ദു അധികാരിയോട് താങ്കൾ പരാജയപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രി പദത്തിലേക്ക് നീങ്ങുന്നു. ആരായിരുന്നു ശുവേന്ദു അധികാരി? തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു സ്ഥാപക നേതാവായിരുന്നു. മമതാ ബാനർജിയുടെ മന്ത്രിസഭയിലെ സ്ഥിര സാന്നിധ്യമായിരുന്നു. 2020 ഒരു കോഴ വിവാദവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം 2020 മന്ത്രിസഭയിൽ നിന്നും പുറത്താകുന്നു. ഇതിന് കാരണം എന്താണ്? BJP-യുടെ യൂട്യൂബ് ചാനലിൽ അദ്ദേഹം കോഴ വാങ്ങുന്ന രംഗങ്ങൾ പ്രചരിച്ചിരുന്നു ബംഗാളിലാകെ, അല്ലെങ്കിൽ ദേശീയ മാധ്യമങ്ങളിലാകെ. അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം രാജിവെച്ച് മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കപ്പെടുന്നു. അതിനുശേഷം എന്താണ് നടന്നത്? ശുവേന്ദു അധികാരി BJP-യിലേക്ക് എത്തുന്നു, BJP-യുടെ നേതാവായിട്ട് വളരുന്നു. 2026 ഭവാനിപ്പൂരിൽ നിന്നും ശുവേന്ദു അധികാരി മമതാ ബാനർജിക്കെതിരെ മത്സരിക്കുന്നു. ആ മത്സരത്തിൽ മമതാ ബാനർജിയെ പരാജയപ്പെടുത്തുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുന്നു. ഞാൻ ആദ്യം പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ ശുവേന്ദു അധികാരി കോഴ വാങ്ങിക്കൊണ്ട് ആ വീഡിയോ പ്രചരിപ്പിച്ചത് BJP-യുടെ യൂട്യൂബ് ചാനൽ വഴിയാണ്. ഇദ്ദേഹം BJP-യിൽ എത്തിയതിനു ശേഷം ആ യൂട്യൂബ് ചാനൽ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. കാരണം അദ്ദേഹത്തെ മാന്യനാക്കി പ്രഖ്യാപിക്കുകയും ചെയ്തു. പക്ഷെ ഒരു കാര്യം കൂടി മനസ്സിലാക്കാതെ പോകരുത്. BJP ഇപ്പോൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന നരവേട്ട, അതായത് പ്രതിപക്ഷ പാർട്ടികൾ ആയിക്കോട്ടെ, അവർ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടോട്ടെ, പക്ഷെ ജനാധിപത്യപരമായിട്ട് ചിന്തിക്കുമ്പോൾ ആ അക്രമത്തെ ഒന്നും തന്നെയും നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്നതല്ല. മുസ്ലിങ്ങളുടെ കട തെരഞ്ഞു പിടിച്ചക്രമിക്കുന്നു, അതേപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസുകാരുടെ വീടുകളും പാർട്ടി ഓഫീസുകളും ആക്രമിക്കുന്നു. ഇത് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള രീതിയിലാണ് പോകുന്നത്. ബംഗാളിലെ അക്രമങ്ങൾ നടക്കുമ്പോൾ വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അവിടെ ജയ് ശ്രീറാം വിളിച്ചുകൊണ്ടാണ് അവർ ഈ പൊതുജനങ്ങളെ, സാധാരണപ്പെട്ട ജനങ്ങളെ ആക്രമിക്കുന്നത്. അവർ തൃണമൂൽ കോൺഗ്രസുകാരായിക്കോട്ടെ, അവർ എതിർപ്പാർട്ടിക്കാരായിക്കോട്ടെ. പക്ഷേ അക്രമം എന്നുള്ളത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ജനാധിപത്യ വിരുദ്ധ ചേരിയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകളായിട്ട് നിങ്ങളെ ജനങ്ങൾ തിരിച്ചറിയും. എല്ലാവർക്കും ശുഭദിനാശംസകൾ നേരുന്നു. ഈ പേജ് ഫോളോ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. എല്ലാവരും